ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഹോപ്പ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കണമെന്ന്. ഞാൻ എന്തായാലും ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പുതിയ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. സോ സാധനങ്ങളൊക്കെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. എല്ലാം അതുപോലെ കൊണ്ടുവന്നിങ്ങനെ ഇട്ടേക്കുവാണ്. നമുക്കപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കണം. പക്ഷേ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ക്ലമൻറ്റിൻ്റെ ബർത്ത്ഡേ ആണ്. നോർമലി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ 12 മണിക്ക് തന്നെ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് എനിക്കിഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ എനിക്കത് ഭയങ്കര കാര്യമാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഒന്നും പറ്റിയില്ല. കാരണം ഇന്നലെയാണ് നമ്മൾ വീടൊന്നും കൂടെ ഷിഫ്റ്റ് ചെയ്തെടുത്തത്. അതിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കിടക്കുക, മൊത്തം അറേഞ്ച് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഇന്ന് എനിക്കിവിടെ ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് കേക്ക് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഗിഫ്റ്റ് മേടിച്ച് വെച്ചിരുന്നു മുന്നേ തന്നെ. അപ്പം ഞാൻ ആലോചിച്ചു ഗിഫ്റ്റ് കൊടുക്കണ്ട, കേക്കില്ലാണ്ട് എങ്ങനെ ഗിഫ്റ്റ്, ഞാൻ സെലിബ്രേറ്റ് ചെയ്യാണ്ട് എങ്ങനെ എനിക്ക് ഗിഫ്റ്റ് മാത്രം കൊടുക്കണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ 12 മണിക്ക് ഒരു കുഞ്ഞ് വിഷ് പോലും ചെയ്തില്ല. അതിനവന് നല്ല വിഷമമുണ്ടെന്ന് എനിക്ക്. ഇന്ന് പുള്ളി ഇവിടെ ഇല്ല. അവൻ ജോലിക്ക് പോയേക്കുവാണ്. ഇന്ന് ഓവർ ടൈം ഉണ്ട്. സോ പോയേക്കുവാണ്. അപ്പോൾ രാവിലെ എണീറ്റ് പോകുമ്പോഴൊക്കെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷെ ഒന്നും മിണ്ടാണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഡേ കൊളാക്കിയ പോലെ തോന്നി. അങ്ങനെ റിഗ്രറ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് വരുമ്പോഴത്തേനെ ഹാപ്പി ആക്കാമല്ലോ. എന്തായാലും കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. ഞാൻ തന്നെ പോണിപ്പോൾ ക്ലാസ് കഴിഞ്ഞുള്ളൂ. അപ്പം ഇപ്പോൾ അവൻ എത്തും ചെയ്യും, ഒരു ഹാഫ് ആൻ അവറിൽ എത്തും. അപ്പോൾ ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ വരും. പിന്നെ നമുക്ക് കുഞ്ഞൊരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ കൊടുക്കാം. അപ്പോൾ രാവിലെ ഡേ കോളാക്കിയില്ലായിരിക്കും അല്ലേ. ഇത് കണ്ട് ഹാപ്പി ആവുമായിരിക്കും എന്ന് വിചാരിക്കാം നമുക്ക്. എന്തായാലും എന്താവും എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. കേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്കത് മേടിച്ച് കോള് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേക്കായിരിക്കും. സോ കേക്ക് പോയി മേടിച്ച് വെച്ചിട്ട് നമുക്ക് ലിവിങ് റൂമിലെല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ അവൻ വരുമ്പോഴത്തേനും നമുക്ക് റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് എടുക്കാം. വലിയ റിയാക്ഷനൊന്നും എന്തായാലും ഉണ്ടാവില്ല, നല്ല ഹാപ്പി ആയിരിക്കും അവൻ, അതെനിക്ക് ഉറപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ വീട്. ഇതൊരു പക്കാ മാൾട്ടീസ് വീടാണ്. ഞാൻ എന്തായാലും ഒരു ഹോം ടൂർ ഉടനെ തന്നെ ചെയ്യാം, എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം. സോ താഴെയാണ് നമ്മൾ കേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ ലിവിങ് റൂമിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ടേബിൾ ഇങ്ങോട്ട് എടുത്തിട്ടിട്ട് ശേഷം ഇവിടെ കേക്ക് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അത്യാവശ്യം പൂവൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും എപ്പോൾ എത്തുമെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. വിളിച്ചു നോക്കാം. ഹലോ, ഇറങ്ങിയോ? ഇറങ്ങിക്കൊണ്ടിരിക്കേ. അപ്പം ഇറങ്ങിയില്ല? എപ്പോൾ ഇറങ്ങും? ഇപ്പം 2 മണിയാവോ? അല്ല, ചോദിച്ചതാ, എനിക്ക് വിശക്കുന്നുണ്ട്. ഇല്ല, അവിടെ വന്നിട്ട് പോവാം. ഓക്കെ. വിളിച്ചിട്ട് ഇപ്പം എത്തുന്ന പറഞ്ഞത് 15 മിനിറ്റിൽ. എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കണം. എന്താണെന്നറിയില്ല. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് മമ്മിയും പപ്പയൊക്കെ ഡാഡിയും മമ്മിയും എൻ്റെ അമ്മയും എല്ലാവരും വിളിച്ച സമയത്ത് വിഷയമാണോ എനിക്കെന്താ പറയുക, എനിക്ക് കേക്ക് ഇല്ലാത്തൊരു സെലിബ്രേഷൻ, കേക്ക് എന്നല്ല, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാത്തൊരു സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫുൾഫിൽ ആയ പോലെ തോന്നില്ല. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ വിഷ് ചെയ്താൽ മതിയായിരുന്നു. ഒന്നും എനിക്കിപ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ആ ഒരു ഹാപ്പിനെസ് ഇങ്ങനെ കാണണം അവരുടെ മുഖത്ത്. അപ്പം ഞാൻ ജസ്റ്റ് വിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹാപ്പിനെസ് തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയാണ്. പക്ഷേ അപ്പോൾ വിഷ് ചെയ്താൽ മതിയായിരുന്നുണ്ട്, ഇപ്പോഴൊരു സർപ്രൈസ് കൊടുത്താൽ മതിയായിരുന്നു. എന്തായാലും ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി ആവുമായിരിക്കും പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാലും ഞാൻ രാവിലെ ഒരു ഡേ കൊളാക്കിയ പോലെ എനിക്കൊരു ഫീല് വരിക. എന്തായാലും നോക്കാം. എന്തായാലും 15 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. കൊണ്ടുപോലെ തോന്നി.
ഇവിടെ ഇത് അലാറം മുഴുവനായിട്ട് ഇവിടെ അടിച്ചിട്ട് നോക്കിയോക്കടോ വന്നിട്ട്. ഹലോ സർപ്രൈസ് ആയില്ല. ഇപ്പൊ സർപ്രൈസ് ആയോ? എനിക്കറിയായിരുന്നു നിനക്കത് വിഷമമായിട്ടുണ്ടാവും. ഞാൻ രാവിലെ വിഷ് ചെയ്യണം. എനിക്കാണെങ്കിൽ കേക്കും ഒന്നും ഇല്ലാണ്ട് ഞാൻ എല്ലാരോടും പറഞ്ഞു നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഇന്നലെ വോൾട്ടിൽ ഒന്നും കേക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് അഭിജിത്തിനെ പോലെ സൗണ്ട് തോന്നിയ പെട്ടെന്ന്. ഊതി കെടുത്തിട്ട് ഇത് മുറിക്കാൻ പറ്റുള്ളൂ. ഊതി കെടുത്തിട്ട് ഇന്ന് മുറിച്ചാ മതിയേ. ഹാപ്പി ബർത്ത്ഡേ മുറിക്കുമ്പോ പറയാം. ഓ കേട്ടിട്ടില്ല. അവിടെ ആക്കല്ലേ, അവിടെ ആക്കല്ലേ, അവിടെ ആക്കല്ലേ കൂട്ട എന്തെങ്കിലും ചെയ്യാം. അവിടെ ആക്കല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ വിളിക്കേ. ഇന്നലെ കമ്പനിയിൽ നിന്ന് ഞാൻ 2 ദിവസം മുന്നേ കമ്പനിയിൽ അത്രേ ഉള്ളൂ. ഈ സെലിബ്രേഷൻ ഒരു കുട്ടി വ്ളോഗാണ്. നമ്മൾ വീട് മാറിയിട്ടേ ഉള്ളൂ. ഇന്ന് ഇപ്പോൾ കാര്യങ്ങളൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. നോർമലി ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ഫുഡാണ് നമ്മൾ മെയിനായിട്ട് കാണാറുള്ളത്. പക്ഷെ ഇന്ന് അതൊരു പോസിബിൾ അല്ലാത്ത കാര്യമായതുകൊണ്ടും അതിൻ്റെ പോസിബിലിറ്റി വളരെ കുറവായതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ 3 മണിയാകുമ്പോഴത്തേനും ക്ലാസ് ഉണ്ട്. ഇപ്പം ഏകദേശം 2:30 ആയി. ഇപ്പം തന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് ക്ലാസ് എടുക്കണം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബി ഹാപ്പി വിത്ത് കുഞ്ഞാപ്പി. ടാറ്റ.